ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ടച്ച് ചെയ്യണത്. ചക്ക സീസണൊക്കെ ഏകദേശം കഴിയാറായില്ലേ. ചക്കയുടെ ഒരു റെസിപ്പി പോലും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല കേട്ടാ. അപ്പോൾ ഇന്ന് ചക്കയുടെ ഒരു വറവ് റെസിപ്പി, ചക്ക ഉപ്പേരി, ചക്ക ഫ്രൈ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. വീഡിയോയിൽ കിടക്കും മുമ്പ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പറയാണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. നമ്മൾ കേരളീയരുടെ വികാരങ്ങളിൽ മറ്റൊരു ഐറ്റമാണ് കേട്ടോ ഈ കാണുന്നത് ചക്ക ചിപ്സ്, ചക്ക ഉപ്പേരി, ചക്ക വറവ് എന്നൊക്കെ പറയും. അതിനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആകെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറയുന്നത് ചക്ക വെട്ടി ഇതുപോലെ നമ്മൾ ചുള പറിച്ചെടുക്കുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്തെടുക്കുക, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും വാഷ് ചെയ്യരുത്. അതിനുശേഷം ചുള പറിച്ചെടുത്തിടുക. ഇതുപോലെ കനം കുറച്ച് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചക്കയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് ഒരു ചീഞ്ചട്ടി എടുത്തു വയ്ക്കുക. ഞാനിവിടെ എനിക്കധികം വറുത്തെടുക്കാനില്ല, അതുകൊണ്ടാണ് ചീഞ്ചട്ടി എടുക്കുന്നത്. ഒരുപാട് വറുത്തെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഉരുളിയൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ആ ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മണവും രുചിയും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം വറുത്ത് കോരിയെടുക്കാൻ ഇതുപോലെ പേപ്പർ ഇട്ടൊരു പാത്രം സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് രസം ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ ചക്ക വറവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് അധികം ആയാലും ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബൗളിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തയ്യാറാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു പിടുത്തം ചക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചട്ടയും കൊണ്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം അത് വറവാകുമ്പോൾ നമ്മൾ ആ ചീഞ്ചട്ടിയിലുള്ള വെളിച്ചെണ്ണകളുടെ തിളക്കിലൊക്കെ ഒന്ന് നിന്ന് ഇതുപോലെ ശാന്തമാവും. ആ സമയത്ത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉപ്പുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉപ്പുവെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കുറച്ച് സെക്കൻഡുകളും കൂടെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും അടാറ് ടേസ്റ്റുള്ളതും നമ്മുടെയൊക്കെ ഹരമായിട്ടുള്ളതുമായ ചക്ക ചിപ്സ് വറുത്തെടുക്കാൻ ഒരു പണിയില്ല എന്ന് മനസ്സിലായില്ലേ. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ബാച്ചായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഈ സെയിം പ്രോസസ്സിൽ വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് ചേരുവകളും ആവശ്യമില്ല, അതുപോലെ തന്നെ അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു ചിപ്സ് ഉണ്ടാക്കാനായിട്ട്, പലഹാരം ഉണ്ടാക്കാനായിട്ട് എത്ര ഈസിയാ അല്ലേ. നമുക്കൊരു ടാസ്ക് എന്ന് പറയുന്നത് ചക്ക വെട്ടിയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ടാസ്ക് കേട്ടോ. അത് നമുക്ക് വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണിയും ഈസിയാവും കേട്ടോ. എനിക്ക് ചക്ക ക്ലീൻ ചെയ്ത് തന്നത് ബാലു ആണ് കേട്ടോ. ഇനിയിപ്പോൾ ബാലു നാട്ടിലില്ലാത്ത സമയത്തും നമ്മൾ ടാസ്ക് ആണെന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള ഒരു പണിയും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ല, അല്ലെങ്കിൽ റെഡിമെയ്ഡിനെ മാത്രം ആശ്രയിച്ച് കഴിയാറില്ല കേട്ടോ. നമ്മളെ കൊണ്ടാവണ പോലെ അത് വെട്ടി എടുത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെയാണ് മക്കൾ പുറത്ത് പോയത്. മക്കളുള്ളപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിപ്സാണ് ഈ ചക്ക ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അവരതൊക്കെ കഴിക്കണ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നതോടൊപ്പം നമ്മുടെയും വയറ് നിറയാറുള്ളത്. ഇതൊക്കെ തന്നെയല്ലേ അല്ലേ ജീവിതം. ഇതൊരു അടാറ് ടേസ്റ്റാണ്. അതിൻ്റെ ചിൽ ശബ്ദം കേട്ടില്ലേ, ഒന്ന് കടിക്കുമ്പോഴുള്ള കറുമുറ ശബ്ദം നോക്കൂ. നമ്മൾ വറുത്ത് കോരി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അല്പം കഴിയുമ്പോൾ അതിൻ്റെ കളറ് ഒന്നും കൂടെ മാറും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ആ ക്രിസ്പിനെസ്സും അപ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോഴേ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കണോ? എങ്കിലേ നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിലൂടെ കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.